വാർത്തകൾ വിശദമായി. മലയാളികളുടെ പ്രിയപ്പെട്ട നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീനിവാസൻ അന്തരിച്ചു. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് തൃപ്പൂണിത്തുറയിലെ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. നീണ്ട 48 വർഷത്തെ സിനിമാ ജീവിതത്തിൽ സിനിമയിലെ സമസ്ത മേഖലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തി കൂടിയായിരുന്നു ശ്രീനിവാസൻ. കൂടുതൽ വിവരങ്ങളുമായി അതുല്യ രാമചന്ദ്രൻ ചേരുന്നു. അതുല്യ, 48 വർഷത്തെ സിനിമാ ജീവിതത്തിൽ 200ഓളം സിനിമകൾ ചെയ്തു തീർത്ത ഒരു കലാകാരനാണിപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത്. വിവരങ്ങൾ എങ്ങനെയാണ്? അരുണിമ, ഇന്ന് രാവിലെ ഏതാണ്ട് 8:30യോടുകൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം സ്ഥിരീകരിച്ചത്. തൃപ്പൂണിത്തുറയിലുള്ള താലൂക്ക് ആശുപത്രിയിൽ വെച്ചാണ് മരണം സ്ഥിരീകരിച്ചത്. ഏറെ നാളായി അസുഖബാധിതനായിട്ടുള്ള അദ്ദേഹം വീട്ടിൽ തന്നെ വിശ്രമത്തിലായിരുന്നു. നിരന്തരമായി ചികിത്സയും അതുപോലെ തന്നെ ഡയാലിസിസ് അടക്കമുള്ള ചികിത്സകളും അദ്ദേഹം എടുക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞയാഴ്ച അദ്ദേഹം വീണതിന് ശേഷം തീരെ മോശമായ അല്ലെങ്കിൽ തീരെ ക്ഷീണിതനായിരുന്നു അദ്ദേഹം എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇന്ന് രാവിലെയോടുകൂടി സ്വകാര്യ ആശുപത്രിയിലേക്ക് ഡയാലിസിസ് ചെയ്യാൻ വേണ്ടി പോകുന്നതിനിടയിലാണ് അദ്ദേഹത്തിന് പെട്ടെന്ന് ശ്വാസതടസ്സം അനുഭവപ്പെടുകയും അങ്ങനെ തൊട്ടടുത്തുള്ള തൃപ്പൂണിത്തുറയിലെ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാം എന്ന് തീരുമാനിക്കുകയും ചെയ്തത്. കണ്ടനാടുള്ള വീട്ടിൽ നിന്ന് സ്വകാര്യ ആശുപത്രിയിലേക്ക് ഡയാലിസിസിനുള്ള യാത്രാമധ്യയാണ് അദ്ദേഹത്തിന് ശ്വാസതടസ്സം നേരിട്ടത്. എന്നാൽ ഈ ശ്വാസതടസ്സം നേരിട്ട ഉടൻ തന്നെ അദ്ദേഹത്തിന് വാഹനത്തിൽ വെച്ച് തന്നെ ആരോഗ്യനില മോശമാവുകയായിരുന്നു. തുടർന്നാണ് ഏറ്റവും അടുത്തുള്ള ആശുപത്രി എന്ന നിലയ്ക്ക് തൃപ്പൂണിത്തുറയിലുള്ള താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. എന്നാൽ അവിടെ എത്തിച്ച് അദ്ദേഹത്തെ അഡ്മിറ്റ് ചെയ്ത് അല്പസമയത്തിനകം തന്നെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. തുടർന്ന് മക്കളായ വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും സ്ഥലത്തില്ലായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവർ എത്തിയതിന് ശേഷം 10 മണിയോടുകൂടിയാണ് മൃതദേഹം കണ്ടനാടുള്ള വീട്ടിലേക്ക് കൊണ്ടുപോയത്. ധ്യാൻ ശ്രീനിവാസൻ ചെന്നൈയിൽ നിന്ന് കണ്ടനാടുള്ള വീട്ടിലേക്ക് എത്താൻ വേണ്ടി ഉള്ള കാത്തിരിപ്പായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം ധ്യാൻ ശ്രീനിവാസനും ഈ വീട്ടിലേക്ക് എത്തി. രഞ്ജി പണിക്കരും അതുപോലെ തന്നെ ചലച്ചിത്ര രംഗത്തുള്ള നിരവധി പേർ ആശുപത്രിയിലേക്ക് തന്നെ വിവരമറിഞ്ഞ് എത്തിയിരുന്നു. അതിനുശേഷം കണ്ണാടുള്ള വീട്ടിൽ പൊതുദർശനം നടക്കുമ്പോഴും ഈ സിനിമാ രംഗത്തും അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തും അടക്കമുള്ള നിരവധി പേർ അവിടെ എത്തിയിരുന്നു. ആശുപത്രിയിൽ ആദ്യം എത്തിയത് രഞ്ജി പണിക്കരാണ്. തിരക്കഥാകൃത്തും അഭിനേതാവും ഒക്കെ ആയിട്ടുള്ള രഞ്ജി പണിക്കരാണ്. അതോടൊപ്പം തന്നെ രമേശ് പിഷാരടി അടക്കമുള്ളവരും എത്തിച്ചേർന്നിരുന്നു. അതിനുശേഷം കണ്ടനാടുള്ള വീട്ടിൽ എത്തിച്ചപ്പോൾ അവസാനമായി ശ്രീനിവാസനെ ഒരു നോക്ക് കാണാനായി മമ്മൂട്ടിയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം എത്തിയിരുന്നു. അന്തിമോപചാരം അർപ്പിക്കുന്നതിനായി മമ്മൂട്ടിയും എത്തിയിരുന്നു. എന്തായാലും സംസ്കാരം ഇന്ന് ഉണ്ടാകില്ല. നാളെ രാവിലെ 10 മണിക്ക് കണ്ടനാടുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടുവളപ്പിൽ വെച്ച് തന്നെ ആയിരിക്കും സംസ്കാരം നടക്കുക. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടുകൂടി നാളെ രാവിലെ ആയിരിക്കും സംസ്കാരം എന്തായാലും നടക്കുക. ഇന്ന് പൊതുദർശനം മാത്രമാണ് നടക്കുക. നിലവിൽ എറണാകുളം ടൗൺ ഹാളിലാണ് പൊതുദർശനം. വൈകുന്നേരം പൊതുദർശനത്തിന് ശേഷം രാത്രിയോടുകൂടി അല്ലെങ്കിൽ വൈകുന്നേരത്തോടു കൂടി തിരിച്ച് കണ്ടനാടുള്ള വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. നിലവിൽ പൊതുദർശനത്തിന് ഒരു നിശ്ചിത സമയം നിശ്ചയിച്ചിട്ടുണ്ട് എങ്കിലും നിരവധി പേർ അദ്ദേഹത്തെ കാണാൻ എത്തുന്നുണ്ട് എന്നതിനാൽ തന്നെ പൊതുദർശനം നീണ്ടുപോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. പ്രത്യേകിച്ചും രാവിലെ വീട്ടിൽ നടന്ന പൊതുദർശനം പോലും വിചാരിച്ചതിലും എത്രയോ അധികം നേരം നീണ്ടുപോയിരുന്നു. ആ സാഹചര്യം തന്നെ ആയിരിക്കും ടൗൺ ഹാളിലെ പൊതുദർശനത്തിലും ഉണ്ടാവുക. പ്രത്യേകിച്ചും സിനിമാ മേഖലയിലെ തന്നെ നിരവധി പേർ അദ്ദേഹത്തെ കണ്ട് തൻ്റെ അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി എത്താനുണ്ട്. അതിനാൽ തന്നെ അത് മാത്രമല്ല നിരവധി പൊതുജനങ്ങളും അദ്ദേഹത്തെ അവസാനമായി കാണാൻ വേണ്ടി എത്തും എന്നുള്ളതാണ്. വീട്ടിൽ തന്നെ വലിയൊരു നിര രൂപപ്പെട്ടിരുന്നു. കണ്ടനാട് എന്ന് പറയുന്നത് കുറച്ച് ഉള്ളിലേക്കുള്ള ഒരു ഗ്രാമമാണ്. എന്നിട്ട് പോലും വലിയ രീതിയിലുള്ള ജനങ്ങളുടെ തിരക്ക് അവിടെ ഈ ശ്രീനിവാസനെ അവസാനമായി കാണാൻ വേണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇനി ഈ ടൗൺ ഹാളിലെ പൊതുദർശനത്തിൽ അതിലും എത്രയോ അധികം ആളുകളായിരിക്കും പൊതുദർശനത്തിന് വേണ്ടി എത്തിച്ചേരുക. അതിനാൽ തന്നെ പൊതുദർശനം നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും എല്ലാം നീണ്ടു പോകാൻ ഉള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എന്തായാലും ഇന്ന് വൈകിട്ടോടു കൂടി ആയിരിക്കും പൊതുദർശനം മതിയാക്കിയതിനു ശേഷം കണ്ടനാട് വീട്ടിലേക്ക് തിരിച്ച് കൊണ്ടുപോകും. അതിനുശേഷം നാളെ രാവിലെ 10 മണിയോടുകൂടി വീട്ടുവളപ്പിൽ തന്നെ ആയിരിക്കും സംസ്കാരം നടത്തുക. എന്തായാലും അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ മലയാള സിനിമാ മേഖല തന്നെ വലിയ രീതിയിൽ
ദുഃഖം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. സത്യനന്ദിക്കാട് അതുപോലെ തന്നെ മോഹൻലാൽ അടക്കമുള്ളവർ ഒരു കാലത്തെ ഏറ്റവും വലിയ ഹിറ്റ് കൂട്ടുകെട്ടായിരുന്നു സത്യനന്ദിക്കാട് മോഹൻലാൽ ശ്രീനിവാസൻ കോംബോ എന്ന് പറയുന്നത്. പലപ്പോഴും സിനിമ എന്ന് പറയുന്നത് ഒരു ഗ്യാരണ്ടി എന്നത് ഈ പേരായിരുന്നു. ഒരു സിനിമ കാണാൻ തിയേറ്ററിൽ ആൾ കയറണമോ അല്ലെങ്കിൽ ഈ സിനിമ നമുക്ക് ഇഷ്ടമാകുമോ, ഇത് കുടുംബ പ്രേക്ഷകർ ഏറ്റെടുക്കുമോ എന്നതിനുള്ളൊരു ഗ്യാരണ്ടിയായി, അതിനുള്ള ഒരു റിയഷുറൻസ് ആയി ഈ 3 പേരുകൾ എഴുതി കാണിക്കുന്നത് മാത്രം മതിയായിരുന്നു. അതോടൊപ്പം തന്നെ രചന, സംവിധാനം ശ്രീനിവാസൻ എന്നുകൂടി സ്ക്രീനിൽ തെളിയുകയാണെങ്കിൽ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരേ സമയം ഒരു ചിരി വിരുന്നും അതേസമയം ചിന്തിപ്പിക്കുന്ന ഒരു കഥയും ഉറപ്പാക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ്. അതുതന്നെയാണ് അദ്ദേഹത്തിനെ കുറിച്ച് പറയുമ്പോഴും എല്ലാവരും പറഞ്ഞിരുന്നത്. ഒരേ സമയം സാധാരണക്കാരായ ആളുകളെ ഏറ്റവും കൂടുതൽ ആസ്വദിപ്പിക്കുന്ന തരത്തിലുള്ള ലളിതമായ, നർമ്മമായ, സരസമായ സംഭാഷണങ്ങൾ, അതേസമയം അതിലൂടെ പറയുന്ന വിഷയങ്ങളാകട്ടെ ഏറ്റവും നിലപാടുകളുള്ളതും ഏറ്റവും രാഷ്ട്രീയപരമായിട്ടുള്ളതും ഏറ്റവും ഗൗരവപരമായിട്ടുള്ളതുമായിട്ടുള്ള വിഷയങ്ങൾ, അങ്ങനെ ഒരേ സമയം തന്നെ ഈ ലാളിത്യത്തിലും നർമ്മത്തിലും അതേസമയം അതിൻ്റെ ഗൗരവത്തിലും ആഴത്തിലും നിന്നുകൊണ്ട് എഴുതാൻ കഴിഞ്ഞിരുന്ന ഒരു അസാമാന്യ പ്രതിഭയാണ് ശ്രീനിവാസൻ എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങൾ എഴുതുന്നതിൽ, അതായത് അദ്ദേഹം മികച്ച ഒരു തിരക്കഥാകൃത്താണ്, പക്ഷേ ആ തിരക്കഥകളിൽ പോലും മുന്നിട്ട് നിന്നിരുന്നത് അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങൾ എഴുതുന്നതിലുള്ള ഒരു മികവാണ്. പലപ്പോഴും സംഭാഷണങ്ങൾ എന്ന് പറയുന്നത് ഒരു വളരെ യാന്ത്രികമായി പോകുന്ന ഒരു എലമെൻ്റാണ് സിനിമയെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ അതിനെ മറികടക്കാൻ ശ്രീനിവാസനിലെ എഴുത്തുകാരന് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ പ്രത്യേകിച്ചും പാർട്ടി കഥകൾ എഴുതുന്നത് അല്ലെങ്കിൽ പാർട്ടി സിനിമകളുമായി ബന്ധപ്പെട്ട് അതിലെങ്ങനെ ആ ഒരു ഘടകത്തെ ഉൾച്ചേർക്കണം, ഇളക്കി ചേർക്കണം എന്നതിൽ അദ്ദേഹത്തിന് വലിയ ബോധ്യമുണ്ടായിരുന്നു. ഒരേ സമയം അദ്ദേഹം ഒരു കൃഷിക്കാരനും കമ്മ്യൂണിസ്റ്റുമായിരുന്ന കണ്ണൂർ പാട്യത്ത് നിന്നുള്ള ഒരു തനി കർഷക കമ്മ്യൂണിസ്റ്റ് തന്നെ ആയിരുന്നു ശ്രീനിവാസൻ ഒരു വേള എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ അതേസമയം തന്നെ പാർട്ടിയെയും പാർട്ടിയുടെ നിലപാടുകളെയും വിമർശനാത്മകമായി സമീപിക്കാനും ശ്രീനിവാസൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കണ്ണൂർ പാട്യത്താണ് അദ്ദേഹം ജനിച്ചത്. അവിടെ നിന്ന് അന്ന് ലഭിച്ച അതേ അറിവുകളും അർത്ഥം പോലും അറിയാതെ മുദ്രാവാക്യം ഏറ്റുവിളിച്ചിരുന്ന കാലഘട്ടവും എല്ലാം ശ്രീനിവാസൻ ഓർത്തെടുത്തിരുന്നു. അന്നത്തെ ആ പാർട്ടി ഓർമ്മകളെ അദ്ദേഹം തൻ്റെ സിനിമകളിൽ നിറച്ചു വെച്ചിട്ടുമുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ അറബിക്കഥയിലെ ക്യൂബ മുകുന്ദനിലൂടെയും മറ്റും അദ്ദേഹം പാർട്ടിയിലേക്ക് ഒരു സ്വയം വിമർശനം കൂടിയാണ് നടത്തിയിരുന്നിരുന്നത്. കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കില്ല എന്നും കൊക്കക്കോള കുടിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് മരുഭൂമിയിൽ പോകേണ്ടി വരികയും അവിടെ ദുബായിൽ ചെന്നതിന് ശേഷം അല്ലെങ്കിൽ അറബ് നാട്ടിൽ ചെന്നതിന് ശേഷം കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കാത്തതിനാൽ ജോലിയിൽ തടസ്സം നേരിടേണ്ടി വരുന്നു. അന്ന് അദ്ദേഹം വാഷ്റൂമിൽ പോയി നിന്ന് ഇൻകിലാബ് വിളിക്കുന്ന ക്യൂബ മുകുന്ദനിലൂടെ ആ ഒരു സ്വയം വിമർശനത്തിന് വിധേയമാകേണ്ടതിൻ്റെ ആവശ്യകതയെ എല്ലാം തന്നെ ശ്രീനിവാസൻ വളരെ സരസമായി വരച്ച് കാട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ ഒരു ദിവസം അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ഒരു ഇലക്ഷൻ്റെ ചൂടാറുന്നതിന് മുൻപ് ഏറ്റവും കൂടുതൽ ചർച്ചയായിരുന്ന സന്ദേശം എന്ന ഏറ്റവും മലയാളത്തിൽ തന്നെ ഏറ്റവും മികച്ച പൊളിറ്റിക്കൽ സെറ്റയർ എന്ന് എല്ലാ കാലത്തും വിശേഷിപ്പിക്കാൻ പറ്റുന്ന ചിത്രമായ സന്ദേശം, അതെല്ലാം തന്നെ കാലത്തിന് മുമ്പേ സഞ്ചരിച്ച സിനിമകളാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ചും ഇന്നത്തെ ഈ ഒരു നിലപാട് അല്ലെങ്കിൽ ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും മികച്ച ഒരു രാഷ്ട്രീയ ആക്ഷേപഹാസ്യ ചിത്രമായി സന്ദേശത്തിലെ വിവിധ രംഗങ്ങളും അത് മുന്നോട്ട് വയ്ക്കുന്ന ആ ഒരു പ്രമേയവും എല്ലാം തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ചിന്താവിഷ്ടയായ ശ്യാമളയിൽ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടി മതത്തെ കൂട്ടുപിടിക്കുകയും അത്തരത്തിൽ ഒരു ഭക്തിയെ കൂട്ടുപിടിക്കുകയും വിശ്വാസത്തെ കൂട്ടുപിടിക്കുകയും ചെയ്യുന്ന ശ്രീനിവാസൻ്റെ ആ ഒരു കഥാപാത്രവും ഈ രീതിയിൽ വളരെയധികം ചിന്തോദ്ദീപകമാണ് എന്നുള്ളതാണ്. തൻ്റെ ഭാര്യയുമായുള്ള പിണക്കങ്ങൾക്കിടയിൽ സർവം മായയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കറുപ്പെടുത്ത് കാഷായം അണിഞ്ഞുകൊണ്ട് ആ ഭക്തി മാർഗത്തിലൂടെ മറ്റ് എല്ലാത്തിനെയും പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാതെ ഒളിച്ചോടാൻ ശ്രമിക്കുന്ന ശ്രീനിവാസൻ്റെ ആ ഒരു കഥാപാത്രവും ഈ ഒരു സാഹചര്യത്തിൽ വളരെയധികം കാലിക പ്രസക്തിയുള്ളതാണ് എന്നുള്ളതാണ്. ഒരുപക്ഷെ സിനിമ എടുത്ത് പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും അവയുടെ പ്രസക്തി ഇപ്പോഴും അതേ രീതിയിൽ തന്നെ നിലനിൽക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിലെ എഴുത്തുകാരൻ അല്ലെങ്കിൽ അദ്ദേഹത്തിലെ സാമൂഹ്യ നിരീക്ഷകൻ എത്രത്തോളം തെളിച്ചമുള്ള ഒരാളാണ് എന്നതിൻ്റെ കൂടി ഒരു ഉത്തമ ഉദാഹരണമാണ് എന്നുള്ളതാണ്. അതുതന്നെയാണ് ശ്രീനിവാസനെ കുറിച്ച് മറ്റെല്ലാവരും പറയുമ്പോഴും പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരു സാധാരണ നടൻ അല്ലെങ്കിൽ ഒരു സാധാരണ തിരക്കഥാകൃത്ത് അല്ലെങ്കിൽ ഒരു സാധാരണ സംവിധായകൻ എന്നതിലെല്ലാം ഉപരിയായി അതിനും അപ്പുറത്തേക്ക് സമൂഹത്തിൽ സജീവമായി ഇടപെട്ടിരുന്ന ഒരാളായിരുന്നു ശ്രീനിവാസൻ എന്നുള്ളതാണ്. അതായത് ഈ ഏറ്റവും താരത്തിളക്കമുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഏറ്റവും
തങ്ങളുടെ സാംസ്കാരിക മേഖലയുമായി ബന്ധപ്പെട്ട് മാത്രം ഇടപഴകാതെ വലിയ രീതിയിലുള്ള ഒരു സാമൂഹ്യ വിമർശകനായി എല്ലാ വിഷയങ്ങളിലും തൻ്റെതായ നിലപാടുകൾ വ്യക്തമായി പറയുന്ന ഒരാളായി കൃത്യമായ രാഷ്ട്രീയ വിമർശകനായി തന്നെ അദ്ദേഹം നിരന്തരം സമൂഹത്തിൽ ഇടപെട്ടിരുന്നു. മാത്രമല്ല രാഷ്ട്രീയത്തിന് പുറത്തിറങ്ങി നോക്കിയാലും ജൈവ കൃഷി അല്ലെങ്കിൽ ഓർഗാനിക് ഫാമിങ്ങിനെ കേരളത്തിൽ പലരും കണ്ടിട്ടില്ലാത്ത രീതികളിൽ കൂടി പ്രോത്സാഹിപ്പിച്ചിരുന്ന ഒരാളായിരുന്നു ശ്രീനിവാസൻ. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ജൈവ കൃഷിയുമായി ബന്ധപ്പെട്ട് സർക്കാരിനടക്കമുള്ള സംവിധാനങ്ങളെ വിമർശിച്ചതിൻ്റെ പേരിലും അതുപോലെ തന്നെ ഇസ്രായേലിനെ അനുകൂലിച്ച് സംസാരിച്ചതിൻ്റെ പേരിലുമെല്ലാം വലിയ വിമർശനങ്ങൾ അദ്ദേഹം നേരിട്ടിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിക്ക് എതിരായി അദ്ദേഹം സംസാരിച്ചത് വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഇസ്രായേൽ ലോകത്തെ ഏറ്റവും നന്നായി ജൈവ കൃഷി ചെയ്യുന്ന രാജ്യമാണ്, അതുകൊണ്ട് ഇസ്രായേലിലേക്ക് ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഞാനും കൂടെ പോകും എന്ന അദ്ദേഹത്തിൻ്റെ പ്രസ്താവന വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. പക്ഷെ അപ്പോഴൊക്കെയും അദ്ദേഹം ആരെന്ത് വിമർശനങ്ങൾ ഏത് കോണിൽ നിന്ന് വന്നാലും തൻ്റെ നിലപാട് എന്താണോ അത് പറയുമെന്നുള്ള അതേ ആ ഒരു സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരാളായിരുന്നു. എന്നും വെട്ടിത്തുറന്ന് പറയുന്ന ഒരാളായാണ് അദ്ദേഹത്തെ സഹപ്രവർത്തകരും ഓർത്തെടുത്തിരുന്നത്. മുകേഷ് അടക്കമുള്ളവർ പറഞ്ഞിരുന്നത് ഞാൻ സൗഹൃദമൊക്കെ വലിയ കാര്യം തന്നെ, ആത്മബന്ധമൊക്കെ അവിടെ നിൽക്കട്ടെ, പക്ഷേ ഒരു തൻ്റെ നിലപാട് അത് സിനിമയുടെ കാര്യത്തിലായാലും തിരക്കഥയുടെ കാര്യത്തിലായാലും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലാതിരുന്ന ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ ഒരു സിനിമാക്കാരനായിരുന്നു ശ്രീനിവാസൻ. ആത്മസുഹൃത്തൊക്കെ തന്നെയാണ്, പക്ഷേ എനിക്ക് പറയാനുള്ള നിലപാട് അത് പറയുക തന്നെ ചെയ്യും എന്ന് അദ്ദേഹം വെട്ടിത്തുറന്ന് പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. നല്ല സിനിമ, നല്ല തിരക്കഥ അല്ലെങ്കിൽ മികച്ച സംഭാഷണം, മികച്ച രീതിയിൽ അത് എടുത്തു വച്ചിട്ടുണ്ട് ആ സിനിമ എന്നിങ്ങനെ അത് ആരുടെ സിനിമയായാലും അങ്ങനെ തന്നെ അത് അംഗീകരിച്ചു കൊടുക്കുകയും അതേസമയം സുഹൃത്താണെങ്കിൽ പോലും മുഖത്ത് നോക്കി അത് ഏറ്റവും മോശം തിരക്കഥയായിരുന്നു എന്ന് മുഖത്ത് നോക്കി പറയാൻ അദ്ദേഹം മടി കാണിച്ചിരുന്നില്ല എന്ന് മുകേഷ് പറയുന്നു. പലപ്പോഴും അഭിനയിച്ച സിനിമകളിലെ ആ സംഭാഷണം ബോറനായിരുന്നു, നിങ്ങൾ ചെയ്ത ആ സിനിമയിലെ ഈ രംഗം ബോറനായിരുന്നു എന്നുള്ളത് മുഖത്ത് നോക്കി തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു എന്ന് പലരും ഓർത്തെടുക്കുകയുണ്ടായി. അത്തരത്തിൽ ഒരു സിനിമ മികച്ചതാക്കുന്നത് അല്ലെങ്കിൽ ഒരു തിരക്കഥ മികച്ചതാക്കുന്നത് അല്ലെങ്കിൽ ഒരു സംഭാഷണം മികച്ചതാക്കുന്നത് ഇതിലൊന്നും തന്നെ ആരുമായും ഒരു വിട്ടുവീഴ്ചയ്ക്കും അദ്ദേഹം തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകതയായി കണക്കാക്കുന്നത്. കൃഷി അദ്ദേഹത്തിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീടും ആ വീട്ടിൽ അദ്ദേഹം പരിപാലിച്ചിരുന്ന വലിയൊരു കൃഷിയിടത്തെ കുറിച്ചുകൂടി പറയേണ്ടതുണ്ട്. ഗ്രീൻ സർട്ടിഫിക്കേഷൻ അടക്കം ലഭിച്ച വലിയ രീതിയിൽ അടുക്കളത്തോട്ടവും വലിയ ഒരു മരങ്ങളും അതുപോലെ തന്നെ വലിയ രീതിയിൽ ഒരു കൃഷിയും നിറഞ്ഞ ഒരു സ്വസ്ഥസുന്ദരമായ വീട്ടിലായിരുന്നു അദ്ദേഹം അവസാന കാലത്ത് ഉണ്ടായിരുന്നത്. അത്രയധികം അദ്ദേഹം തൻ്റെ ഏറ്റവും വേരോട് ചേർന്ന് നിൽക്കുന്ന കർഷക മനസ്സിനെ സ്നേഹിച്ചിരുന്നു എന്നുള്ളതാണ്. താൻ വന്നിരുന്ന ആ ഒരു കാർഷിക പാരമ്പര്യത്തെ അദ്ദേഹം എപ്പോഴും ഈ കൊച്ചിയിലേക്ക് താമസം മാറ്റി കണ്ടനാടേക്ക് താമസം മാറ്റിയപ്പോഴും വിടാതെ സൂക്ഷിച്ചിരുന്നു എന്നുള്ളത് കൂടിയാണ്. എന്തായാലും സിനിമയിൽ മാത്രമല്ല സിനിമയ്ക്കും അപ്പുറം വീക്ഷണങ്ങൾ വളർത്തിയ എല്ലാ തലങ്ങളിലും സ്പർശിച്ചുകൊണ്ടുള്ള സിനിമകൾ എഴുതിയ അതോടൊപ്പം തന്നെ നിരന്തരമായ ആളുകളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് സജീവമായി നിന്നിരുന്ന മലയാള സിനിമ കണ്ട ഏറ്റവും മികച്ച സാമൂഹ്യ വിമർശകൻ കൂടിയായ പ്രതിഭയാണ് ഇപ്പോൾ മറഞ്ഞിരിക്കുന്നത്. വ്യക്തമാണ്. മലയാളികളുടെ പ്രിയപ്പെട്ട നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീനിവാസൻ അന്തരിച്ചിരിക്കുന്നു. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് തൃപ്പൂണിത്തുറയിലെ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. നീണ്ട 48 വർഷത്തെ സിനിമാ ജീവിതത്തിൽ സിനിമയിലെ സമസ്ത മേഖലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തി കൂടിയായിരുന്നു ശ്രീനിവാസൻ. ഒറ്റ വാക്കിൽ മലയാളിക്ക് ആഴത്തിൽ ഓർത്തെടുക്കാവുന്ന ഒരു പ്രതിഭ തന്നെ. ലളിതവും സൂക്ഷ്മമായ നർമ്മത്തിൻ്റെ അകമ്പടിയിൽ ജീവിത യാഥാർത്ഥ്യങ്ങളെ വെള്ളിത്തിരയിൽ പകർത്തിയ ഒരു കലാകാരനായിരുന്നു ശ്രീനിവാസൻ. ഡയാലിസിസിനായി രാവിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകുന്ന വഴി ആരോഗ്യം മോശമായതിനെ തുടർന്നാണ് തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഉടൻ തന്നെ മരണവും സ്ഥിരീകരിച്ചു. ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന സമയത്ത് ഭാര്യയും ബന്ധുക്കളും ഒക്കെ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ മരണപ്പെട്ടു എന്ന വാർത്തയാണ് ഏറെ വേദനിപ്പിക്കുന്നത്. ഇടവേള. വിശ്വ
പരമപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ്. കേരളത്തിൽ ആദ്യമായി പാൽപ്പൊടി ഇല്ലാത്ത പാലുമായി എളനാട് ഫ്രഷ് കൗ മിൽക്ക്. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്വിറ്റിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വിറ്റ്, the ultimate dandruff solution. മൈ ചോയ്സ്, നാലാൾ അറിയുന്ന പുട്ട്. ഇനി സ്പൈസസും. മൈ ചോയ്സ്, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. ചേച്ചി, ഹൈടെക് വീടിന് ഹൈടെക് ടിവി. ഹ്യൂറിക്സാ? അയ്യോ വേണ്ടായിരുന്നു. എന്റെ വക ഒരു ഉഗ്രൻ ഹ്യൂറിക്സ് ഗൂഗിൾ ടിവി. 4 വർഷം വാറണ്ടി അതിന്. വേണ്ടായിരുന്നു. രവി ചേച്ചി ഹായ്. ചേച്ചിയെ പോലെ തന്നെ അൾട്രാ സ്മാർട്ട് ഹ്യൂറിക്സ് ഗൂഗിൾ ടിവി. ഫ്രീ ആയിട്ട് സ്പീക്കറും ഉണ്ട്. വേണ്ടായിരുന്നു. ഇത്രമാത്രം ഫീച്ചേഴ്സ് ഉള്ള ടി വി ആയിരുന്നു ഹ്യൂറിക്സ്. എന്നാ എനിക്കും വേണം. സിമ്പിൾ അല്ലേ? cjsmart.tv വഴി വാങ്ങാം, അല്ലെങ്കിൽ CJ സ്മാർട്ട് ഷോപ്പിൽ നിന്നും വാങ്ങാം. ഹ്യൂറിക്സ് ഗൂഗിൾ ടിവി ബൈ CJ സ്മാർട്ട്. മലയോര കർഷകരുടെ മായമില്ലാത്ത രുചിക്കൂട്ട് ബയോ മൗണ്ടൻ ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ്, തലശ്ശേരി അതിരൂപതയുടെ സംരംഭം, കുന്നോത്ത്, ഇരിട്ടി. ഹെയർ കെയർ ആണെങ്കിലും സ്കിൻ കെയർ ആണെങ്കിലും എഫിഷ്യൻസി, പ്രൊഫഷണലിസം മറ്റേ ഒരാൾക്കും നൽകാനാവില്ല. 19 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ഹെയറോക്രാഫ്റ്റ് ഇന്ന് 23 ബ്രാഞ്ചസ് ആയിട്ട് ഓൾ ഓവർ ഇന്ത്യ പ്രവർത്തിക്കുകയാണ്. മോസ്റ്റ് ട്രസ്റ്റഡ് ബ്രാൻഡ് ഹെയറോക്രാഫ്റ്റ്. കേരള വിഷൻ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത്വേണി ഹെയർ എലിക്സിർ, സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ. ഇൻ അസോസിയേഷൻ വിത്ത് കവിത ഗോൾഡൻ ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. HUID 916 സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. മൈ ചോയ്സ്, നാലാൾ അറിയുന്ന പുട്ട്. ഇനി സ്പൈസസും. മൈ ചോയ്സ്, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. മൈ ജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. സാമ്പാറിന് രുചി ഉണ്ടാവണമെങ്കിൽ VB കായം തന്നെ വേണം. രുചിയും മണവും ഗുണവുമുള്ള കായം VB കായം. ഹ്യൂറിക്സ് ഗൂഗിൾ ടിവി ബൈ CJ സ്മാർട്ട്. കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോർപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. സെബ് സോളാർ, കേരളത്തിന്റെ ഏറ്റവും വിശ്വസ്തമായ എനർജി പാർട്ട്ണർ. KSFയുടെ പുതിയ ഹാർമണി ചുറ്റിയുണ്ട്. ഉടനെ നീ അതിൽ ചേരണം. KSF, ഈ നാടിന്റെ ധൈര്യം. മോസ്റ്റ് ട്രസ്റ്റഡ് ബ്രാൻഡ് ഹെയറോക്രാഫ്റ്റ്. വാർത്തകൾ തുടരുന്നു. ശ്രീനിവാസന്റെ വിയോഗത്തിൽ അനുസ്മരിച്ച് നടനും ഉറ്റ സുഹൃത്തുമായ മോഹൻലാൽ. സിനിമയെയും ജീവിതത്തെയും വ്യത്യസ്തമായി കണ്ടിരുന്നയാളാണ് ശ്രീനിവാസൻ. സിനിമയിൽ ഒരുമിച്ച് പ്രവർത്തിച്ചവർ എന്ന നിർവചനത്തിനും എത്രയോ മുകളിലായിരുന്നു ഞങ്ങളുടെ സ്നേഹബന്ധം. പ്രിയപ്പെട്ട ശ്രീനിയുടെ ആത്മാവിന് നിത്യശാന്തി നേരുന്നെന്നും മോഹൻലാൽ ഫേസ്ബുക്കിൽ കുറിച്ചു. നടൻ ശ്രീനിവാസന്റെ വിയോഗത്തിൽ വിതുമ്പി സംവിധായകൻ സത്യൻ അന്തിക്കാട്. എല്ലാ കാലത്തും ബുദ്ധിയും മനസ്സും ഷാർപ്പായി ശ്രീനിവാസൻ സൂക്ഷിച്ചിരുന്നയാളാണ് ശ്രീനിവാസൻ. 2 ആഴ്ച കൂടുമ്പോൾ പോയി കാണുമായിരുന്നുവെന്നും ഇത്ര പെട്ടെന്ന് പോകുമെന്ന് കരുതിയില്ലെന്നും സത്യൻ അന്തിക്കാട് പറഞ്ഞു. ഈ ഒരു സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഒന്നും പ്രതികരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. കാരണം നിങ്ങളിലൊക്കെ എല്ലാവർക്കും അറിയാം, ശ്രീനിവാസനും ഞാനുമായിട്ടുള്ള ഒരു ആത്മബന്ധം. ഞാൻ എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും പോകാറുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ സംസാരിച്ചിരുന്നു, അതിനിടയ്ക്ക് പുള്ളി ഒന്ന് വീണു, എന്നിട്ട് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ചെറിയ സർജറി കഴിഞ്ഞു. അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു ഇരുന്ന് തുടങ്ങി, വോക്കറിൽ നടക്കാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ അപ്പം എപ്പോഴും പോകുന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനെപ്പോഴും വന്ന് പുള്ളിനെ ചാർജ് ചെയ്യും. കാര്യം 2 ആഴ്ച കൂടുമ്പോൾ വീട്ടിൽ പോകും, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവിടെ ഇരിക്കും. അപ്പോൾ വളരെ ബുദ്ധിയും ബ്രെയിനും ചിന്തകളൊക്കെ വളരെ ഷാർപ്പാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് മതിയായി എന്ന് പറഞ്ഞു. കാരണം കുറച്ച് നാളായിട്ട് അസുഖമായിട്ട് കിടക്കുകയാണല്ലോ. അപ്പം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ സന്ദേശം വളരെ വീണ്ടും ഇതിൽ വന്നപ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞു അത് ശ്രീനിവാസന്റെ വിയോഗത്തിൽ അനുസ്മരിച്ച നടൻ പൃഥ്വിരാജ്. എക്കാലത്തെയും മികച്ച തിരക്കഥാകൃത്തുകളിൽ, സംവിധായകരിൽ, നടന്മാരിൽ ഒരാൾക്ക് വിട. ചിരിപ്പിച്ചതിനും ചിന്തിപ്പിച്ചതിനും നന്ദി. ഇതിഹാസത്തിന് നിത്യശാന്തി നേരുന്നുവെന്ന് പൃഥ്വിരാജ് ഫേസ്ബുക്കിൽ കുറിച്ചു. നടൻ ശ്രീനിവാസനും സംവിധായകൻ KK ഹരിദാസിനുമൊപ്പം ഒന്നിച്ച് വർക്ക് ചെയ്ത ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് സംവിധായകൻ അനു പുരുഷോത്ത്.
കിണ്ണം കട്ടക്കള്ളൻ എന്ന ഹിറ്റ് സിനിമയ്ക്ക് ശേഷമാണ് ശ്രീനിവാസനുമായി വർക്ക് ചെയ്തതെന്ന് അനു പുരുഷോത്ത് പറഞ്ഞു. ശ്രീനിവാസന്റെ ഓർമ്മകൾ എങ്ങനെയാണ് അനുവിന് സംവിധായകൻ എങ്ങനെയാണോ ഓർത്തെടുക്കുന്നത്? പ്രത്യേകിച്ച് അനുവിന്റെ ഗുരുതലനായ കെ ഹരിദാസ് സാറുമായിട്ടുള്ള ഓർമ്മകളൊക്കെ ഉണ്ടല്ലോ. അതായത് ഞാൻ കെ ഹരിദാസ് സാറിനോട് ഒരു കഥ പറയാനായിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു. കിണ്ണം കട്ടക്കള്ളൻ എന്ന സിനിമയ്ക്ക് ശേഷമാണ്. അപ്പോൾ ഈ നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളൊക്കെ മുളപൊട്ടി വരുന്നൊരു കാലഘട്ടത്തിൽ അതിൻ്റെ ഒരു സബ്ജക്റ്റ് ആണ് നമ്മൾ പറഞ്ഞത്. കാര്യം പിന്നെ ചെറുകിട അത് വരുന്നതോടുകൂടി ഒരു ചെറുകിട കച്ചവടക്കാരെല്ലാം നിലംപരിച്ചാകുന്ന ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ ഞാനിങ്ങനെ പേടിച്ച് പറിച്ച് അദ്ദേഹത്തിന് മുന്നേ കഥ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കുറേ കാര്യങ്ങളൊക്കെ എന്നോട് തിരിച്ചു വെച്ചപ്പോൾ എനിക്കൊന്നും പറയാനില്ലായിരുന്നു, പേടിച്ച് പറിച്ച്. അപ്പോൾ അദ്ദേഹം എനിക്കൊരു കുറേ കാര്യങ്ങൾ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യഘട്ടമായതുകൊണ്ട് നമുക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. കുറേ കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ ആദ്യം എന്നോട് പറഞ്ഞ മനുഷ്യൻ്റെ ഹൃദയം തൊട്ട് വേണം നമ്മൾ സിനിമകൾ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുന്നതും എല്ലാം വേണ്ടത്. അപ്പം തീർച്ചയായിട്ടും മെഡിക്കൽ കോളേജ് മറ്റേ ഹോസ്പിറ്റലുകളൊക്കെ നിത്യമായിട്ട് സന്ദർശിക്കണം. അവിടെയൊക്കെ മനുഷ്യൻ്റെ ജീവിതങ്ങളും അവരുടെ നൊമ്പരങ്ങളൊക്കെ കൃത്യമായിട്ട് നമുക്ക് ഒപ്പിയെടുക്കാൻ പറ്റും. അങ്ങനെ വേണം കഥാപാത്രങ്ങളെ സൃഷ്ടിക്കാൻ എന്ന് പറഞ്ഞു. അപ്പോൾ അത് വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അദ്ദേഹം നമ്മുടെ മലയാള സിനിമയ്ക്ക് നൽകിയ സംഭാവനകളെ പറ്റി നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറമാണ് എല്ലാ മേഖലകളിലും. അദ്ദേഹത്തിൻ്റെ സിനിമകൾ എപ്പോഴും വരും തലമുറയിൽ ഞാനുൾപ്പെടെ എല്ലാവരും റെഫറൻസ് ഇവിടെ സ്ക്രിപ്റ്റ് നമ്മളെപ്പോഴും റെഫർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ കാലാതീതമായിട്ടുള്ള സിനിമകളാണ് മുഴുവൻ സൃഷ്ടിച്ചിരിക്കുന്നത്. ചിന്താവിഷ്ടയായ ശ്യാമള എന്ന് പറഞ്ഞാൽ സന്ദർഭ സിനിമ പോലും ഇപ്പം ഈ കാലഘട്ടത്തിന് എത്രയോ അനുയോജ്യമായൊരു സിനിമയാണ്. ശരിക്കും പറഞ്ഞാൽ വലിയൊരു തീരാ നഷ്ടമാണ്. ഒരു വിസ്മയിപ്പിക്കുന്ന ഒരു കലാകാരൻ തന്നെയാണ് അദ്ദേഹം. ആർക്കും മാറ്റി വെക്കാൻ പറ്റാത്ത അതുല്യനായ ഒരു പ്രതിഭയാണ്. ശ്രീനിവാസന്റെ വിയോഗത്തിൽ അനുസ്മരിച്ച നടൻ മണിയമ്പിള്ള രാജു കേരളത്തിന് നഷ്ടപ്പെട്ട ഒരു മികച്ച സംവിധായകനെയും തിരക്കഥാകൃത്തിനെയുമാണ്. അദ്ദേഹം തിരക്കഥയെ ഒരുപാട് സിനിമകളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത വെള്ളാനുള്ള നാട് ഒരു നാൾ വരും മോഹൻലാൽ ചിത്രങ്ങളുടെ തിരക്കഥ പുള്ളിയാണ്. പിന്നെ ഈ പറഞ്ഞ ഇത്രയും സെൻസ് ഓഫ് ഹ്യൂമർ ഒരാളിനെ ഞാൻ കണ്ടിട്ടില്ല. ഈ പറഞ്ഞ എന്ത് കാര്യത്തിലും ഒരു നർമ്മമുള്ളതും എന്നും വലിയ ഒരുപാട് പാഴ് വാക്കുകളോ പാഴ് ഡയലോഗുകളോ ഒന്നും പുള്ളി ഉപയോഗിക്കില്ല. പുള്ളിയുടെ സന്ദേശം തുടങ്ങിയ ചിത്രങ്ങൾ കണ്ടു നോക്കണം. വെള്ളാനുള്ള നാട് ഒരു ആവശ്യമില്ലാത്തൊരു പ്രയോഗമോ പദപ്രയോഗമോ ഒന്നും ഉണ്ടാവില്ല. ബെസ്റ്റ് സ്ക്രിപ്റ്റ് റൈറ്റർ. മലയാളത്തിൽ 3 സ്ക്രിപ്റ്റ് റൈറ്റർ പറഞ്ഞാൽ ഞാനത് MT വാസുദേവനും P പത്മരാജനും പിന്നെ ശ്രീനിവാസനും 3 പേര് തന്നെയാണ്. അതിനുശേഷമുള്ളവരും ഉണ്ട്. പക്ഷെ ഇവര് 3 പേരെയും സ്ക്രിപ്റ്റ് പുതിയതായിട്ട് സംവിധാനവും തിരക്കഥയൊക്കെ എഴുതാൻ വരുന്നവർ വായിച്ച് പഠിക്കേണ്ടതാണ്. അതായത് അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ അധികം ദുഃഖമുണ്ട്. അങ്ങോട്ടും 43 വർഷത്തെ ദൃഢമായ സൗഹൃദമാണ് ശ്രീനിവാസനുമായി തനിക്കുണ്ടായിരുന്നതെന്ന് നടൻ മുകേഷ്. സിനിമയുടെയും തിരക്കഥയുടെയും കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും കാണിക്കാത്ത ആളായിരുന്നെന്നും സൗഹൃദമൊന്നും നോക്കാതെ പറയാനുള്ളത് വെട്ടിത്തുറന്ന് പറയുമായിരുന്നെന്നും മുകേഷ് പറഞ്ഞു. ശ്രീനിവാസനെ കുറിച്ച് പറയുമ്പോൾ ഒരു 43 കൊല്ലത്തെ ദൃഢമായ ഒരു ഫ്രണ്ട്ഷിപ്പാണ്. എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക തരത്തിലുള്ളൊരു സ്വഭാവം വെച്ചുകൊണ്ട് എല്ലാം വെട്ടിത്തുറന്ന് പറയുന്ന ഒരു നേച്ചറായിരുന്നു. അതിനകത്ത് സൗഹൃദമോ കാര്യങ്ങളോ ഒന്നും നോക്കത്തില്ല. സിനിമയുടെ കാര്യമാണെങ്കിൽ നല്ല സിനിമ, TV പരിപാടിയാണെങ്കിൽ നല്ല TV പരിപാടി, നല്ല കഥ, നല്ല തിരക്കഥ, അതിനുവേണ്ടി ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത ഒരാളാണ്. എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന, ഞാൻ ശ്രീനിവാസനുമായിട്ട് ഇത്രയും സിനിമയെ അഭിനയിച്ചു, ഇത്രയും കാലം ഒന്നിച്ച് നടന്നെങ്കിലും അദ്ദേഹത്തെക്കുറിച്ച് അവിടെ ഇവിടെയൊക്കെ പരാമർശിച്ചു, അല്ലെങ്കിൽ ഒരു സിനിമയുടെ കാര്യം വരുമ്പം ആ കഥാപാത്രത്തെക്കുറിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു സൃഷ്ടിയെക്കുറിച്ചൊക്കെ പറയുന്നുള്ളതല്ലാതെ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന ഒരു സാഹചര്യം ഞാൻ ആഗ്രഹിച്ചിരുന്നു. അതിങ്ങനെ ഒരു സാഹചര്യമായി പോയി എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദുഃഖകരമായ കാര്യം. ഒരിക്കൽ പോലും ഈ 43 കൊല്ലത്തിനകത്ത് വെച്ച് ഒരിക്കൽ പോലും ഒരു ചെറിയ നീരസം പോലും ഉണ്ടാകാത്ത ഒരു സുഹൃത്തായിരുന്നു. പല സന്ദർഭങ്ങളിലും ഞാൻ തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാനായതുകൊണ്ട് ഇതെല്ലാം ക്ഷമിക്കുന്നു, സഹിക്കുന്നു, വേറെ ആരെങ്കിലും ആണെങ്കിൽ ഇട്ടിട്ട് എറിഞ്ഞിട്ട് പോയേനെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പൊട്ടിച്ചിരിക്കും. അദ്ദേഹത്തിൻ്റെ ചിരിയും വളരെ പ്രസിദ്ധമാണ്. നോൺ സ്റ്റോപ്പ് ചിരിയാണ് അദ്ദേഹത്തിൻ്റെ സൃഷ്ടികൾ പോലെ തന്നെ, സർക്കാസം പോലെ തന്നെ
അദ്ദേഹം ചിരിക്കുന്നതും അത്രയും എൻജോയ് ചെയ്തിട്ടാണ് ചിരിക്കുന്നത്. നടൻ, അഭിനേതാവ് എന്നതിനപ്പുറം സാമൂഹ്യ വിമർശകനും രാഷ്ട്രീയ വിമർശകനായും സമൂഹത്തിൽ സജീവമായി എന്നതാണ് ശ്രീനിവാസനെ വ്യത്യസ്തനാക്കുന്നതെന്ന് എഴുത്തുകാരൻ CV ബാലകൃഷ്ണൻ. സ്വന്തം അഭിപ്രായങ്ങൾ അദ്ദേഹം എന്നും വെട്ടിത്തുറന്ന് പറയുമായിരുന്നു. വളരെ മൂർച്ചയുള്ളതും അതേസമയം ആളുകളെ ആസ്വദിപ്പിക്കുന്നതുമായ സംഭാഷണങ്ങൾ എഴുതാനുള്ള അസാധാരണമായ കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. സാധാരണ ജീവിതത്തിലെ സംഭവങ്ങളെ നർമ്മരസപ്രധാനമായി അവതരിപ്പിക്കുകയും അതേസമയം ഗൗരവമായ രാഷ്ട്രീയ വിഷയങ്ങൾ പറയുകയും ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നുവെന്നും CV ബാലകൃഷ്ണൻ അനുസ്മരിച്ചു. മൂർച്ചയുള്ളതും അതേസമയത്ത് ആളുകൾക്ക് ആസ്വാദ്യവുമാകുന്ന സംഭാഷണം എഴുതാനുള്ള അസാധാരണമായിട്ടുള്ളൊരു കഴിവ് ശ്രീനിവാസനുണ്ടായിരുന്നു. എപ്പോഴും ശ്രീനിവാസനും ഈ പ്രമേയങ്ങൾ തിരഞ്ഞെടുത്തിരുന്നത് ഒരു കഥയല്ല, ഇവിടെ ഒരു നമ്മുടെ ജീവിതത്തിലെ ആൾക്കാരെ ബന്ധിപ്പിക്കുന്ന പ്രത്യേകമായിട്ടുള്ള പ്രശ്നങ്ങളെയാണ് അദ്ദേഹം സിനിമയിലൂടെ അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത്. അത് തൻ്റെതായ രീതിയിൽ വളരെ നർമ്മരസപ്രധാനമായിട്ടുള്ള രീതിയിൽ വെള്ളാനകളുടെ നാട് എന്നതുപോലെയൊക്കെയുള്ള സിനിമകൾ വളരെ നർമ്മരസപ്രധാനമായിട്ടുള്ള രീതി ആളുകൾക്ക് സാധാരണ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സിനിമകൾ ചെയ്തു. അതേസമയത്ത് തന്നെ അത് ഗൗരവമായിട്ടുള്ള പ്രമേയങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ മലയാള സിനിമയുടെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുകയും ഈ കേരളത്തിന് സ്വീകാര്യനാവുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് ശ്രീനിവാസൻ. ഒപ്പം തന്നെ ഈ തൻ്റെ അഭിപ്രായങ്ങൾ അധികം വെട്ടിത്തുറന്ന് പറയുകയാണ്. വെറും സിനിമാ നടനോ അല്ലെങ്കിൽ തിരക്കഥാകൃത്തൊന്നും നിൽക്കും മാറി നിൽക്കുകയല്ല, സമൂഹത്തിൽ വളരെ സജീവമായിട്ട് ഒരു സാമൂഹിക വിമർശകനായിട്ട്, രാഷ്ട്രീയ വിമർശകനായിട്ട് നിന്നു എന്നുള്ളതാണ് ശ്രീനിവാസനെ വ്യത്യസ്തനാക്കുന്നത്. ശ്രീനിവാസന്റെ വിയോഗത്തിൽ അനുസ്മരിച്ച് സംവിധായകൻ അമ്പിളി. ശ്രീനിവാസനെ കുറിച്ച് ചുരുക്കം വാക്കുകളിൽ പറയുക എളുപ്പമല്ല. ഒരു നടൻ എന്നതിനേക്കാളും തിരക്കഥാകൃത്ത് എന്ന നിലയിലാണ് ശ്രീനിയെ തനിക്ക് ഇഷ്ടമെന്നും സംവിധായകൻ അമ്പിളി പറഞ്ഞു. ശ്രീനിവാസൻ എന്നെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ശ്രീനിവാസനെ കണ്ട ഒരു നിമിഷം പറയാതെ പറ്റില്ല. ഞാൻ ശ്രീനിയെ കാണുന്നത് ഏകദേശം ഒരു 70കളിലെ അവസാനമാണ്. അതായത് മദ്രാസിലെ ശ്രീനി ജെമിനി സ്റ്റുഡിയോന്റെ വെച്ചാണ് അദ്ദേഹം അന്ന് അവിടെ ചാൻസി വെച്ച് വന്നതാണ്. അവിടെ മലയാള പടങ്ങളൊക്കെ വർക്കാർക്ക് തന്നെയാണ്. അപ്പോൾ പുള്ളി അഭിനയിക്കാനായിട്ടാണ് അവിടെ വരുന്നത്. അവിടെ വെച്ചാണ് ഞാൻ ശ്രീനിയെ പരിചയപ്പെടുന്നത്. എന്നെ പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ഒരു വീട്ടിൽ അവിടെ വടപളനി മദ്രാസിൽ അവിടുത്തെ ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുകയുണ്ടായി. പക്ഷേ ശ്രീനിയുടെ വിയോഗം കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ആലോചിച്ചു പോയത് ആ ഒരു കുറച്ച് കാലഘട്ടങ്ങളായിരുന്നു. പക്ഷെ ശ്രീനി ഒരു നല്ല സംവിധായകനോ അല്ലെങ്കിൽ നല്ല നടന് എന്നേക്കാളപ്പുറം എനിക്കിഷ്ടം ശ്രീനിയുടെ തിരക്കഥയായിരുന്നു. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ വടക്ക് നോക്കിയ യന്ത്രം. പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞ് പിന്നെ സത്യനും അന്തിക്കാടും മറ്റേ ശ്രീനി ഒരുമിച്ചിട്ടുള്ള ഒരുപാട് ചിത്രങ്ങൾ അങ്ങനെ നമ്മുടെ മലയാള സിനിമയ്ക്ക് കിട്ടി. അതെല്ലാം വളരെ നല്ല വർക്കുകളായിരുന്നു. ശ്രീനി എന്ന് പറയുന്ന ഒരു തിരക്കഥാകൃത്തിന്റെ ഒരു മലയാളാട്ടം ആ ചിത്രങ്ങളിലൊക്കെ പ്രതിഫലിച്ചിരുന്നു. ശ്രീനിവാസന്റെ വിയോഗത്തിൽ അനുസ്മരിച്ച് നടിയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ഭാഗ്യലക്ഷ്മി. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത വ്യക്തിയാണ് ശ്രീനിവാസനെന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു. എനിക്ക് ശ്രീനിയേട്ടൻ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു വ്യക്തിയാണ്. കാരണം എൻ്റെ ചെന്ന് ജീവിതം തുടങ്ങുന്ന കാലത്ത്, ആ കാലത്ത് തന്നെ ഒരു 1972-73 ഞങ്ങളെല്ലാം ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടി മദ്രാസിൽ പോരാടിയവരാണ്. ശ്രീനിയേട്ടൻ അന്ന് അവിടെ ഒരു ആക്ടിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച് ഇറങ്ങിയ ഒരു കാലം. ഞങ്ങൾ നെയ്ബേഴ്സ് ആയിരുന്നു. ഗംഗയമ്മൻ കോവിൽ തെരു എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങളുടെ അടുത്തടുത്ത് താമസിക്കുക. ദിവസവും രാവിലെ വീട്ടിൽ വന്ന് ചായ കുടിക്കുകയും വർത്തമാനം പറയുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു വലിയ ഒരു നീണ്ട കാലത്തെ ഒരു ബന്ധമുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. ചിന്താവിഷ്ടയ ശ്യാമള എന്ന സിനിമ, ആദ്യത്തെ സിനിമ എടുത്തപ്പോൾ എന്നോട് പറഞ്ഞു അത് ഭാഗ്യലക്ഷ്മി ഡബ് ചെയ്യണം എന്ന് പറഞ്ഞ്.
ഒരുപാട് സന്തോഷം തോന്നി. കാരണം നമ്മൾ കണ്ട് വളർന്ന് ഒന്നിച്ചു വളർന്ന ഒരാൾ ഒരു സിനിമാ സംവിധായകനാകുന്നു, വലിയ നടനായി. അത് പ്രവർത്തിക്കാൻ സാധിച്ചപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. നമ്മുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിന്റെ സിനിമ ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നി. അങ്ങനെ ഞങ്ങൾ ആ സിനിമ ചെയ്തു. പിന്നെ ശ്രീനേട്ടൻ ചെയ്ത വടക്ക് നോക്കി യന്ത്രം എല്ലാം ഞാൻ തന്നെയാണ് ഡബ് ചെയ്തത്. ശ്രീനേട്ടനുമായിട്ട് ഒരു ജീവിതത്തിൽ ഒരു വലിയ യാത്ര ബന്ധം, ഒരു സൗഹൃദം, സ്നേഹം, ഒരുമിച്ച് പ്രവർത്തിച്ച ഒരു സഹപ്രവർത്തനം, അങ്ങനെ എല്ലാ നിലയിലും എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് ശ്രീനേട്ടൻ. ശ്രീനിവാസന്റെ വിയോഗത്തിൽ അനുസ്മരിച്ച് സംവിധായകൻ പ്രിയനന്ദൻ. ശ്രീനിവാസൻ വെറുമൊരു നടനോ തിരക്കഥാകൃത്തോ ആയിരുന്നില്ല. നമ്മുടെ ഉള്ളിലെ താഴ്ന്ന ചിന്തകളെയും അസൂയകളെയും അപകർഷതാബോധത്തെയും ചിരിയുടെ മേമ്പടിയോടെ നമുക്ക് തന്നെ കാണിച്ചു തന്ന സത്യത്തിന്റെ കണ്ണാടിയായിരുന്നെന്ന് പ്രിയനന്ദനൻ ഫേസ്ബുക്കിൽ കുറിച്ചു. മലയാള സിനിമയിലെ അതികായനായിരുന്നു ശ്രീനിവാസൻ എന്ന നടൻ കൊല്ലം തുളസി. കലയെ സ്നേഹിക്കുന്നവർക്ക് ഒരു വിടവ് തന്നെയാണ് ഇപ്പോൾ ഉണ്ടായതെന്നും കൊല്ലം തുളസി പറഞ്ഞു. ശ്രീനിവാസൻ തീർച്ചയായിട്ടും മലയാള സിനിമയിലെ അതികായകൻ തന്നെയായിരുന്നു. കാര്യം അദ്ദേഹം ഒരു വേറിട്ട നടനും വേറിട്ട എഴുത്തുകാരനും വേറിട്ട ചിന്തകനും വേറിട്ട സാമൂഹ്യ വിമർശകനും കൂടിയായിരുന്നു. ഞാൻ അദ്ദേഹത്തെ കാണുന്നതും വിലയിരുത്തുന്ന അങ്ങനെ തന്നെയാണ്. അദ്ദേഹത്തിന്റെ നർമ്മങ്ങള്, അദ്ദേഹത്തിന്റെ സറ്റയർ ആയ ചിന്താഗതിയോടുകൂടി സമൂഹത്തിലെ പുഴുക്കുത്തുകളെ വിമർശിക്കുന്നത്, സമൂഹത്തിലെ തെറ്റായ വ്യവസ്ഥകളെ വിമർശിക്കുന്നത് തന്റെ തൂലിക ആയുധമാക്കിയിട്ടുണ്ട്. അത് പല സിനിമകളിലും അദ്ദേഹം ആവിഷ്കരിച്ചിട്ടുമുണ്ട്. സ്വതസിദ്ധമായ വേറിട്ടൊരു അഭിനയമാണ് അദ്ദേഹത്തിന് ഞാൻ കണ്ടിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ആ അഭിനയസിദ്ധി തീർച്ചയായിട്ടും മലയാള സിനിമാസ്വാദകർ എല്ലാ കാലത്തും മനസ്സിൽ ഓർക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ വേർപാടിൽ മലയാള സിനിമാ പ്രവർത്തകർക്കും മലയാള പ്രേക്ഷകർക്കും കലയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും തീർച്ചയായിട്ടും ഒരു വിടവ് തന്നെയാണ്. എല്ലാ മലയാളികൾക്കൊപ്പം, എല്ലാ സിനിമാ ആസ്വാദകർക്കും സിനിമാ പ്രവർത്തകർക്കൊപ്പം ഈ നഷ്ടത്തിൽ, ഈ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു. ഇടവേളയ്ക്ക് ശേഷം എനിക്ക് നല്ല ടെൻഷനുണ്ട്. അയ്യോ ഒരു മിനിറ്റ്. അച്ഛ PG എൻട്രൻസ് അല്ലേ, മനസ്സറിഞ്ഞ് ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ. പഠിച്ചത് മാത്രമേ വരുള്ളൂ മോളെ. അച്ഛനൊരു വഴി കണ്ടിട്ടുണ്ട്, മോളിച്ചല്ലേ. KSFE ഈ നാടിന്റെ ധൈര്യം. സാമ്പാറിന് രുചി ഉണ്ടാവണമെങ്കിലേ VB കായം തന്നെ വേണം. രുചിയും മണവും ഗുണവുമുള്ള കായം VB കായം. ഒരു കാലത്ത് ഈ മേഖലയെ ആകെ അടക്കി ഭരിച്ച മാഫിയ തലം. നിരവധി അനവധി സമ്മാനങ്ങളുമായി കേരളം കാത്തിരിക്കുന്ന ബമ്പറിത എത്തിക്കഴിഞ്ഞു. മൈജി ക്രിസ്മസ് ബമ്പർ സമ്മാനം 10 ലക്ഷം രൂപ. ഒരു ഭാഗ്യശാലിക്ക് ഏറ്റവും കുറഞ്ഞ ക്രിസ്മസ് വിലയിൽ ഷോപ്പ് ചെയ്യാനും ലക്ഷക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങൾ സ്വന്തമാക്കാൻ ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ. മൈജി ക്രിസ്മസ് ബമ്പർ ഡിസംബർ 1 മുതൽ ജനുവരി 5 വരെ. പ്രകൃതി നമുക്കായി കരുതി വച്ചിരിക്കുന്നു അത്യപൂർവ ഔഷധങ്ങൾ. ഔഷധമാണ്, അത്ഭുതമല്ല. ഒരു കേരള സർക്കാർ സ്ഥാപനം. ലാസർ ചേട്ടൻ, നമ്മുടെ ബ്രോക്കർ ചേട്ടൻ, ബസ്സിന് പിറകെ പാഞ്ഞുമടുത്തൊരു ശോകം ചേട്ടൻ. വേണം ചേട്ടന് ബൈക്ക്, നല്ലൊരു സൂപ്പർ ബൈക്ക്. ഹൈ വന്നു ധനലക്ഷ്മി, വന്നു സൂപ്പർ ബൈക്ക്. വായോ വായോ ധനലക്ഷ്മിക്ക് വായോ. വണ്ടി വാങ്ങാം, വീട് വെക്കാം, ബിസിനസ് ഡ്രീം കളർഫുൾ ആക്കാം. ധനലക്ഷ്മി ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. ധനകാര്യത്തിന് ഇനി ധനലക്ഷ്മി. കേരള വിഷൻ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത് വേണി ഹെയർ എലിക്സിർ. സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ. ഇൻ അസോസിയേഷൻ വിത്ത് ധനലക്ഷ്മി ഗ്രൂപ്പിന്റെ ഫാമിലി ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ് ത്രിഫ്റ്റ് ആൻഡ് ക്രെഡിറ്റ് സൊസൈറ്റി. കോൾ 9188606060. Supra Pacific Financial Services Limited, a BSE listed NBFC. Southern Multi-State Cooperative Credits and Multi-Purpose Society Limited. Mr. Made Skazoo from Skazan India.
Aquila Finance, the legacy of trusted service since 1995. കേരളത്തിൽ ആദ്യമായി പാൽപ്പൊടി ഇല്ലാത്ത പാലുമായി എളനാട് ഫ്രഷ് കൗ മിൽക്ക്. സ്വർണ്ണമുഖി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം. സെൽസർ സെപ്റ്റിക് ടാങ്ക്, ഒരിക്കലും പൊട്ടാത്ത, നിറയാത്ത, ചോരാത്ത സെപ്റ്റിക് ടാങ്ക്. നിസ്ര ഗോൾഡൻ ഡയമണ്ട്സ്, കൽപ്പക ബിൽഡിംഗ്, ബൈപ്പാസ് റോഡ്, കൊണ്ടോട്ടി. വാർത്തകൾ തുടരുന്നു. മലയാള സിനിമയിൽ തന്റേതായ കയ്യൊപ്പ് രേഖപ്പെടുത്തിയ വ്യക്തിയാണ് ശ്രീനിവാസനെന്ന് സംവിധായകൻ എം എ നിഷാദ്. സമൂഹത്തിലുണ്ടാകുന്ന വിഷയങ്ങളെ വളരെ നർമ്മപരമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രീനിക്ക് കഴിഞ്ഞുവെന്ന് എം എ നിഷാദ് പറഞ്ഞു. തീർച്ചയായിട്ടും ശ്രീനിവാസൻ എന്ന് പറഞ്ഞ നടൻ, ശ്രീനിവാസൻ എന്ന് പറഞ്ഞ ഒരു സാമൂഹിക പരിഷ്കർത്താവ്, ശ്രീനിവാസൻ എന്ന് പറഞ്ഞ ഒരു തിരക്കഥാകൃത്ത്, ഇതിനേക്കാളുപരിയായിട്ടൊരു വ്യക്തി എന്ന നിലയിൽ മലയാള സിനിമയിൽ തന്റേതായ ഒരു കയ്യൊപ്പ് ഒരു മഹത്വത്തിന്റെ ഉടമയാണ്. ആക്ഷേപഹാസ്യത്തിലൂടെ സമൂഹത്തിലുണ്ടാകുന്ന വിഷയങ്ങളെ ജനമനസ്സുകളിലേക്ക് എത്തിക്കാൻ അദ്ദേഹം എന്നും മുന്നിൽ നിന്നുണ്ടായിരുന്നു. ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടാം, സന്ദേശം, സന്മനസ്സുള്ളവർക്ക് സമാധാനം ഉൾപ്പെടെ എത്രയോ സിനിമകൾ അദ്ദേഹത്തിന്റെ രചനയിൽ നിന്നുണ്ടായി. സിനിമാ രംഗത്തുള്ളവരെ പോലും ക്രിറ്റിസൈസ് ചെയ്യാൻ അല്ലെങ്കിൽ വിമർശിക്കാൻ യാതൊരു മടിയും അദ്ദേഹത്തിൻ്റെതായ ശൈലിയിലൂടെ അദ്ദേഹം എല്ലാവരോടത്തും സമൂഹത്തോടൊന്നും സംവേദിച്ചു കൊണ്ടിരുന്ന ഒരു തികഞ്ഞ കലാകാരനാണ്. വ്യക്തിപരമായി എനിക്ക് ഒരുപാട് അനുഭവമുള്ളതാണ് ശ്രീനേട്ടൻ. ഞാൻ ആദ്യമായി നിർമ്മിച്ച ഒരാൾ മാത്രം എന്ന സിനിമയിൽ മമ്മൂക്കയോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു ശ്രീനിവാസൻ. അന്നു മുതൽ ഇന്ന് വരെ അദ്ദേഹവുമായിട്ടുള്ള ആത്മബന്ധം എനിക്കുണ്ട്. അദ്ദേഹത്തിന്റെ കയ്യൊപ്പ് എന്നും മലയാള സിനിമയുടെ തങ്കൽ വീരാൽ ചർച്ചപ്പെടുകയും. മലയാള സിനിമയ്ക്ക് വീണ്ടെടുക്കാനാവാത്ത നഷ്ടമാണ് ശ്രീനിവാസിന്റെ വേർപാടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ചലച്ചിത്രത്തിന്റെ സമസ്ത രംഗങ്ങളിലും നായക സ്ഥാനത്തെത്തിയ പ്രതിഭയാണ് മറയുന്നത്. തന്റെ സാമൂഹ്യ കാഴ്ചപ്പാടുകളെ ആക്ഷേപഹാസ്യത്തിലൂടെ അവതരിപ്പിക്കുന്നതിൽ വിജയിച്ച ചലച്ചിത്രകാരൻ കൂടിയാണ് ശ്രീനിവാസനെന്നും മുഖ്യമന്ത്രി അനുസ്മരിച്ചു. കാലത്തിന് മുൻപേ നടന്ന കലാകാരനാണ് ശ്രീനിവാസൻ എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ദേശീയ നിലവാരത്തിൽ സിനിമകൾ എടുത്ത അതുല്യ പ്രതിഭയാണ് അദ്ദേഹം. ഇന്നലെ നടന്ന വാർത്താ സമ്മേളനത്തിലും ശ്രീനിവാസന്റെ സിനിമയെക്കുറിച്ച് താൻ പറഞ്ഞിരുന്നു. അദ്ദേഹത്തെ വീണ്ടും കാണണമെന്ന് ആഗ്രഹിച്ചപ്പോഴാണ് വിയോഗമെന്നും വി ഡി സതീശൻ പറഞ്ഞു. മലയാളി ഒരിക്കലും മറക്കാത്ത അതുല്യനായ ഒരു ചലച്ചിത്ര പ്രവർത്തകനും സംവിധായകനും നടനും എല്ലാമായി, തിരക്കഥാകൃത്തും എല്ലാമായിരുന്നു ശ്രീനിവാസൻ. എനിക്ക് അപൂർവമായൊരു അനുഭവം ഉണ്ടായി. ഇന്നലെ മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് അദ്ദേഹം മുൻകൂട്ടി കണ്ട ചില കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ ചിത്രത്തിൽ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ഇന്നലെ സൂചിപ്പിക്കുകയുണ്ടായി. ഇന്നലെ രാവിലെ ഞാൻ അദ്ദേഹത്തിന് ഒരു സെല്യൂട്ട് നൽകുകയും ചെയ്തു. ശ്രീനിവാസൻ ഇന്നലെ വൈകുന്നേരമാണ് ഞാൻ എറണാകുളത്ത് തിരിച്ചെത്തിയത്. ഞാൻ ഉടനെ തന്നെ അദ്ദേഹത്തെ കാണണമെന്ന് ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മരണവാർത്ത അറിയുന്നത്. ഇന്നലെ രാവിലെ മാധ്യമപ്രവർത്തകരെ കാണുമ്പോൾ മാധ്യമങ്ങളിൽ അദ്ദേഹം, ഞാൻ സത്യം പറഞ്ഞാൽ CPM-നെ കളിയാക്കിക്കൊണ്ടുള്ള ഒരു വിയോഗം. കാരണം തോറ്റു കഴിഞ്ഞാൽ അവർക്ക് വിശ്വാസമാവുന്നില്ല. തോൽപ്പിക്കാൻ എളുപ്പമാണ് നമുക്ക്, പക്ഷേ തോറ്റുവെന്ന് അവരെ വിശ്വസിപ്പിക്കാനാണ് ബുദ്ധിമുട്ട്. അവർ നടത്തുന്ന താത്വികമായ വിശകലനം, ശങ്കരാടിച്ചേട്ടൻ്റെ കഥാപാത്രത്തിലൂടെ ശ്രീനിവാസൻ അവതരിപ്പിച്ച കഥാപാത്രത്തെ ഓർത്തുകൊണ്ടാണ് ഞാൻ ഇന്നലെ ശ്രീനിവാസന് ഒരു ബിഗ് സല്യൂട്ട് ആ മാധ്യമപ്രവർത്തകരുമായി സംസാരിച്ചപ്പോൾ ഉണ്ട്. സത്യത്തിൽ എത്ര കാലത്തിൻ്റെ മുൻപേ നടന്ന ആളാണ് അദ്ദേഹം. സരസമായ വാക്കുകളിലൂടെ, സംഭാഷണങ്ങളിലൂടെ ഒരുപാട് സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ നമുക്ക് ബോധ്യപ്പെടുത്തിയിട്ടുള്ള ഒരാളാണ്. മലയാളം ഒരിക്കലും മറന്നു പോകാൻ കഴിയാത്ത, കേരളത്തിൽ ഒരിക്കലും മറന്നു പോകാൻ കഴിയാത്ത ദേശീയ നിലവാരമുള്ള വലിയ ചലച്ചിത്രകാരനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഞാൻ ആദരവുള്ളതാണ്. നടൻ ശ്രീനിവാസന്റെ വിയോഗം വലിയ നഷ്ടമാണെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. ഭാവനാസമ്പന്നമായ കഥാപാത്രങ്ങളെയാണ് ശ്രീനിവാസൻ അവതരിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ മരണത്തിൽ കോൺഗ്രസ് ദുഃഖം രേഖപ്പെടുത്തുന്നു എന്നും സണ്ണി ജോസഫ് അറിയിച്ചു. മലയാളികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട പ്രമുഖ നടന്മാരിൽ ഒരാളാണ് ശ്രീനിവാസൻ. അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗം മലയാള ചലച്ചിത്ര ലോകത്തിന് വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. വളരെ ഭാവനാസമ്പന്നനായ,
വളരെയേറെ അഭിനയ ചാതുര്യമുള്ള പ്രമുഖ നടൻ്റെ പരിപാടി കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ അതിശക്തമായ വേദനയും പരിശോധനവും ചലച്ചിത്ര മേഖലയും കുടുംബത്തെ അറിയിക്കുക. നടൻ ശ്രീനിവാസന്റെ വിയോഗത്തിൽ അനുശോചനം അറിയിച്ച് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. അനശ്വര കലാകാരന്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും ചലച്ചിത്ര ലോകത്തിന്റെയും അഗാധമായ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും ഗോവിന്ദൻ മാസ്റ്റർ കുറിച്ചു. ശ്രീനിവാസൻ മുൻപേ പറന്നുപോയ പക്ഷിയെന്ന് ഡോക്ടർ MK മുനീർ MLA. വ്യക്തിപരമായ അടുപ്പമുണ്ടായിരുന്നയാളാണ്. അദ്ദേഹത്തിന്റെ തിരക്കഥകളെല്ലാം ദീർഘവീക്ഷണത്തോടെയുള്ളതാണെന്നും വിയോഗം മലയാള സിനിമയ്ക്ക് തീരാ നഷ്ടമാണെന്നും അദ്ദേഹം പറഞ്ഞു. വളരെ അടുപ്പമുള്ള ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ തിരക്കഥകൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അദ്ദേഹം വേറൊരു തലത്തിൽ നിന്നുകൊണ്ട് വളരെ ബുദ്ധിപരമായി തിരക്കഥകൾ രചിച്ചിട്ടുള്ള ആളാണ്. ഈ പറഞ്ഞ പോലെ അദ്ദേഹം മുമ്പേ പറഞ്ഞൊരു പക്ഷി കൂടിയായിരുന്നു. എല്ലാ കാര്യങ്ങളെയും ദീർഘവീക്ഷണത്തോടും കാണാൻ പറ്റുകയും അത് സിനിമയിൽ പ്രതിഫലിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിയോഗം മലയാളക്കരയ്ക്ക് ഏറ്റവും വലിയ തീരാ നഷ്ടമാണ്. കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ ഞാനും പങ്കാളിയാകും. വലിയ താരപ്രഭയിൽ നിൽക്കുമ്പോഴും മണ്ണിനോടും സ്വന്തം ഗ്രാമത്തോടും ഏറെ ആത്മബന്ധം പുലർത്തിയ കലാകാരനാണ് ശ്രീനിവാസൻ. തന്റെ സ്വന്തം ഗ്രാമമായ കണ്ണൂരിലെ പാട്യത്ത് നാട്ടുകാരുടെ ഒരു വിളിക്കപ്പുറം അദ്ദേഹം ഓടിയെത്തുമായിരുന്നു. ജൈവകൃഷി നടത്തി കർഷകന്റെ റോളിലും മറ്റു താരങ്ങൾക്ക് വലിയ മാതൃകയായ കലാകാരനാണ് ശ്രീനിവാസൻ. ആരായിരുന്നു ശ്രീനിവാസൻ? ഈ ചോദ്യത്തിന് പലരും പല മറുപടിയാണ് നൽകുക. 200ഓളം ചിത്രങ്ങളിൽ അഭിനയിച്ച നടൻ, മലയാളിക്ക് കാമ്പുള്ള തിരക്കഥകൾ സമ്മാനിച്ച തിരക്കഥാകൃത്ത്, ഏറ്റവും മികച്ച 2 സിനിമകൾ സൃഷ്ടിച്ച സംവിധായകൻ. എന്നാൽ അതിനപ്പുറത്തും ഒരു മേൽവിലാസം ശ്രീനിവാസനുണ്ട്. തരിശിട്ട പാടത്ത് വിജയകരമായി ജൈവകൃഷി നടത്തിയ കർഷകൻ. വർഷങ്ങൾക്ക് മുൻപ് ഉദയംപേരൂർ കണ്ടനാട്ടേക്ക് താമസം മാറ്റിയ ശ്രീനിവാസൻ ഗ്രാമീണ പശ്ചാത്തലത്തിൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് അവിടെ കഴിയുക മാത്രമായിരുന്നില്ല ചെയ്തത്. മറിച്ച് തരിശിട്ട പാടത്ത് കൃഷിയിറക്കി. ജൈവകൃഷിയിൽ 100 മേനി കൊയ്തു. കർഷകർക്കും വലിയ പ്രോത്സാഹനമായി വെള്ളിത്തേരയിലെ ഈ വലിയ താരം. ഒരു പറ നെല്ലളന്ന് നൽകിയാണ് കർഷക സമൂഹം ശ്രീനിവാസന്റെ ഈ നന്മയെ ആദരിച്ചത്. മണ്ണിനെപ്പോലെ തന്നെ ശ്രീനിവാസൻ സ്വന്തം ഗ്രാമത്തെയും ഏറെ സ്നേഹിച്ചിരുന്നു. പാട്യങ്കാർ ഒന്ന് ശ്രീനിയേട്ട എന്ന് വിളിച്ചാൽ അദ്ദേഹം സ്വന്തം നാട്ടിലേക്ക് ഓടിയെത്തും. ശ്രീനിവാസൻ അവർക്ക് കമ്മ്യൂണിസ്റ്റുകാരനായ ഉണ്ണിമാഷിൻ്റെ മോനാണ്. വായനശാലകൾ സജീവമായി പ്രവർത്തിച്ചിരുന്ന പാട്യം ഗ്രാമത്തിൻ്റെ പരിസരങ്ങളാണ് ശ്രീനിവാസനിൽ വായനയും നാടക ആഭിമുഖ്യവും നിറച്ചത്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ദിരാഗാന്ധിയെ വിമർശിച്ച് ഗരീബി ഹഠാവോ എന്ന നാടകം എഴുതിയ ശ്രീനിവാസന്റെ തൂലികയിൽ പിന്നീട് പിറന്നത് മലയാളി എക്കാലവും ഓർമ്മിക്കുന്ന ഒരുപാട് നല്ല സിനിമകളാണ്. ശ്രീനിയേട്ട എന്ന് വിളിച്ചാൽ പാട്യങ്കാർക്ക് ഇനി ഓടിയെത്താൻ അവരുടെ പ്രിയപ്പെട്ട നാട്ടുകാരനില്ല. നഷ്ടം സഹിച്ചും ജൈവകൃഷി നടത്തിയവർക്ക് പ്രചോദനമേകാൻ കർഷകരുടെ സ്വന്തം താരവുമില്ല. ശ്രീനിവാസൻ എന്ന ബഹുമുഖ പ്രതിഭയ്ക്ക് ആദരാഞ്ജലി. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്. നടൻ ശ്രീനിവാസന്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി പത്തനംതിട്ട റാന്നി MLA അഡ്വക്കേറ്റ് പ്രമോദ് നാരായണൻ. ദീർഘകാലം അദ്ദേഹവുമായി അടുപ്പത്തിലായിരുന്നു. രോഗാവസ്ഥയിലും അദ്ദേഹത്തെ സന്ദർശിച്ചിരുന്നുവെന്നും പ്രമോദ് നാരായണൻ പറഞ്ഞു. മലയാളത്തിൽ പകരം വയ്ക്കാനാവാത്ത ഒരു ചലച്ചിത്ര നടൻ കൂടി നമുക്ക് നഷ്ടപ്പെടുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ രാഷ്ട്രീയക്കാരിൽ പ്രത്യേകിച്ച് അപൂർവം ആൾക്കാരുമായി ബന്ധപ്പെടുന്ന ഒരു വ്യക്തിത്വമായിരുന്നു തിരക്കഥാകൃത്തും സംവിധായകനുമായ അന്തരിച്ച നമ്മളിപ്പോൾ അകാലത്തിൽ വിട്ടുവരിഞ്ഞ നടൻ ശ്രീനിവാസൻ. പ്രത്യേകിച്ച് നമ്മുടെ പത്തനംതിട്ടയിലെ റാന്നി MLA അഡ്വക്കേറ്റ് പ്രമോദ് നാരായണനും അദ്ദേഹം ദീർഘകാലമായി ഏത് തരത്തിലുള്ള സൗഹൃദത്തിലായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ ഈ അനുശോചനത്തിൽ MLA വെളിപ്പെടുത്തുന്നത്. എങ്ങനെയാണ് ശ്രീനിവാസനുമായി സിനിമയിലൂടെ സൗഹൃദമില്ലാത്തൊരു മലയാളിയില്ല. ഞങ്ങളൊക്കെ അദ്ദേഹവുമായി ചടങ്ങുകളിൽ ഒരുമിച്ച് കണ്ട് അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ കേട്ട് നന്നായി പ്രസംഗിക്കും, നന്നായി വളരെ അധികം ഒരു സദസ്സിൽ വന്നാൽ ആ സദസ്സിനെ ചിന്തിപ്പിക്കുന്ന ഒരാളായിരുന്നു.
പക്ഷെ എല്ലാ മലയാളിയുടെയും ചങ്ങാതിയായിരുന്നു പ്രിയപ്പെട്ട ശ്രീനിവാസൻ. ഒരു സർവവ്യാപിയായ ശ്രീനിവാസന്റെ രുചി കേരളത്തിലുണ്ടായിരുന്നു. കേരളം കഴിഞ്ഞ താണ്ടിയ സിനിമയുടെ ദൂരങ്ങളിൽ മലയാളിയുടെ ഓർമ്മയിൽ ഏറ്റവും ആദ്യം വരുന്ന കഥാപാത്രങ്ങളെല്ലാം ശ്രീനിവാസൻ സൃഷ്ടിച്ചതാണ്. ഇപ്പൊ കേരള വിഷൻ തന്നെ എത്രയോ സിനിമകളാണ് കാണിക്കുന്നത്. പക്ഷെ ഏറ്റവും കൂടുതൽ കാണിച്ചിട്ടുള്ള പ്രദർശിപ്പിക്കുന്നത് ശ്രീനിവാസന്റെ സിനിമകളായിരിക്കും. മലയാളി ഇത്രമേൽ ചിരിച്ചത് ശ്രീനിവാസന്റെ സിനിമകൾ കണ്ടിട്ടാണ്. മലയാളി ഇത്രമേൽ ചിന്തിച്ചത് ശ്രീനിവാസന്റെ സിനിമകൾ കണ്ടിട്ടാണ്. ഒരേപോലെ മലയാള ജീവിതത്തെ രാഷ്ട്രീയത്തെ ഇപ്പോ നമുക്ക് സന്ദേശം എന്ന സിനിമ, ആ സിനിമയെക്കുറിച്ച് പറയാതെ കേരളത്തിലെ ഒരു രാഷ്ട്രീയത്തിന് മുന്നോട്ട് എത്ര കാലം കഴിഞ്ഞിട്ടും ആ സിനിമ പ്രസക്തമാണ്. അതാണ് ഒരു കലാകാരൻ എന്ന നിലയിൽ, ഒരു ക്രാഫ്റ്റ്സ്മാൻ എന്ന നിലയിൽ, ഒരു ഡയറക്ടർ എന്ന നിലയിൽ, ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ എന്ന നിലയിൽ, അതെല്ലാം ഉപരി ശ്രീനിവാസനെ ഒരു ജീനിയസ് ആയി വിശേഷിപ്പിക്കാം. ഒരു ജീനിയസ് ആയി അദ്ദേഹത്തെ മാറ്റുന്നതാണ്. അദ്ദേഹം സൃഷ്ടിച്ച എല്ലാ സിനിമകളും എത്ര കാലം കഴിഞ്ഞാലും നിൽക്കും. അതിലെ തമാശകളൊന്നും ഒന്ന് കണ്ട് അവസാനിക്കുന്നില്ല. ഇപ്പോ ചാർലി ചാപ്ലിൻ പറഞ്ഞിട്ടുണ്ട്, ഒരു തവണ നിങ്ങൾക്ക് ഒരു തമാശ ഒരു തവണ കണ്ട് ചിരിക്കാം, പക്ഷെ വീണ്ടും അത് കണ്ടാൽ ചിരിക്കാനാവില്ല. ശ്രീനിവാസന്റെ തമാശകൾ എത്ര കാലം കഴിഞ്ഞാലും നമ്മളെ വീണ്ടും വീണ്ടും ചിരിപ്പിച്ചുകൊണ്ടേയിരിക്കും. ചിരിപ്പിക്കുക മാത്രമല്ല, നമ്മുടെ ഉള്ളിലേക്ക് നോക്കാൻ പ്രേരിപ്പിക്കും. ചുറ്റുപാടുകളെ കുറിച്ച് പറഞ്ഞ് നമ്മളെ അറിയാതെ ആ തമാശകൾ പൊള്ളിക്കുക കൂടി ചെയ്യും. ശ്രീനിവാസൻ നമ്മളെല്ലാം കാണാതെ പോയത് കണ്ട ഒരാളാണ്. നമ്മൾ കേൾക്കാതെ പോയ കാര്യങ്ങൾ കേട്ട ഒരാളാണ്. മലയാളത്തിന്റെ ഒരുപക്ഷെ നിറപ്പകട്ടിൽ, സിനിമയുടെ നിറപ്പകട്ടിൽ ഒരുപക്ഷെ ആരും ദർശിക്കാതെ പോയ കഥാപാത്രങ്ങളെ ഊതിത്തെടുത്ത് ജ്വലിപ്പിച്ച ഒരാളാണ്. ചിന്താവിഷ്ടയായ ശ്യാമളയിലെ വിജയൻ എന്ന കഥാപാത്രം എത്രയോ മലയാളികൾക്കുള്ള അങ്ങനെ ഒരാളുണ്ട്. അദ്ദേഹം ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ നേരത്തെ ഞാൻ പറഞ്ഞ സിനിമയിലെ കഥാപാത്രം, ഏറ്റവും കൂടുതൽ ഉദയനാണ് താരം എന്ന സിനിമ അദ്ദേഹം അവതരിപ്പിച്ച കഥാപാത്രം, ദാസനും വിജയനും എന്ന കഥാപാത്രങ്ങൾ യഥാർത്ഥത്തിൽ മലയാളിയുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ബഷീറിന്റെ ഒക്കെ കഥാപാത്രങ്ങളെ പോലെ മലയാളം എന്ന ഭാഷയോളത്തോളം കാലം നിൽക്കുന്ന കഥാപാത്രങ്ങളാണ്. ശ്രീനിവാസന് ദർപ്പണം പോലെ മോഹൻലാലയുടെ മഹാപ്രതിഭയെ ഇങ്ങനെ ജ്വലിപ്പിച്ചു. ആ സ്ക്രിപ്റ്റിൽ നിന്നാണ് മോഹൻലാലിന്റെ എത്രയോ കഥാപാത്രങ്ങൾ പിറവിയെടുത്തത്. സത്യനന്ദിക്കാടും ശ്രീനിവാസനും തമ്മിലുള്ള കൂട്ടുകെട്ട്, ഒരേ സമയം നടനായി, സംവിധായകനായി, തിരക്കഥാകൃത്തായി സിനിമയെ വളരെ ഗൗരവത്തോടെ കാണുന്ന ഒരാളെ. ഉദയനാട് താരം സിനിമയിൽ വരിയുണ്ട്, സിനിമ ഇങ്ങനെ അതിന്റെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും. ആളുകൾ പുരസ്കാരങ്ങളുടെ പുറകെയും പ്രശസ്തിയുടെ പുറകെയും ഓടും, സിനിമ അതിന്റെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും. ശ്രീനിവാസൻ സ്വന്തം ജീവിതം കൊണ്ട് സിനിമയെ ദീപ്തമാക്കിയ, മലയാള സിനിമയെ ലോക നിലവാരത്തിലേക്ക് എത്തിച്ച മഹാപ്രതിഭയായിരുന്നു. ആ മഹാപ്രതിഭയുടെ വിയോഗത്തിൽ ഞാനും എല്ലാ മലയാളിക്കുമൊപ്പം എന്റെ കൂടി സങ്കടം പങ്കുവയ്ക്കുകയാണ്. ഇനി ശബരിമല മണ്ഡലകാല വാർത്തകളിലേക്കാണ് നോക്കാം. ശരണമന്ത്രം. ഔഷധി ശരണമന്ത്രം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഔഷധി പൊതുമേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ ആയുർവേദ മരുന്ന് നിർമ്മാണ സ്ഥാപനം. അസോസിയേറ്റ് സ്പോൺസർഡ് ബൈ ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. സൂര്യദേവമഠം, കുബേരാശ്രമം, ആയൂർ, കൊല്ലം. ശബരിമല സന്നിധാനത്ത് സന്നദ്ധ സേവനവുമായി സജീവമാണ് ഒരു കൂട്ടം ചെറുപ്പക്കാർ. തമിഴ്നാട് നീലഗിരി ജില്ലയിൽ നിന്നുള്ള 68 അംഗ സംഘമാണ് സന്നദ്ധ സേവനത്തിനുള്ളത്. കൂലിയൊന്നുമില്ലാതെ നമ്മളെ ശരീരത്തിന് പറ്റുന്ന സഹായം നമ്മൾ ചെയ്തു കൊടുത്തിട്ട് ഇത്രയും പേരെയും നമ്മൾ കൊണ്ടു നടത്താനും ഭക്ഷണത്തിൻ്റെ കാര്യമൊക്കെ നമ്മളായിട്ട് തന്നെ നോക്കി നടത്തി കൊണ്ടുപോകാൻ ഞങ്ങളെ കൊണ്ട് പറ്റുന്നുണ്ട്. ആർക്ക് വേണമെങ്കിൽ ഇതിലേക്ക് വരാം, ഞങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായമൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വരണമെങ്കിൽ താല്പര്യമുള്ളവർക്ക് വരാം. സന്നിധാനത്തേക്കുള്ള വഴികളിൽ ക്ഷീണിതരായി തളർന്നു പോകുന്നവരെയും പ്രായാധിക്യം മൂലം അവശത അനുഭവിക്കുന്നവരെയും സ്ട്രക്ചറിൽ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റുന്ന സംഘത്തിലെ അംഗങ്ങളാണ് ഈ യുവാക്കൾ. ടീം ലീഡർ ജിനി ശ്രീനിവാസന്റെ നേതൃത്വത്തിൽ 68 അംഗ സംഘമാണ് സൗജന്യ സേവനം നടത്തുന്നത്. മലയാളികൾ ഉൾപ്പെടെ ഊട്ടി, ഗൂഡല്ലൂർ എന്നിവിടങ്ങളിൽ നിന്നും തമിഴ്നാട്ടിലെ മറ്റ് സ്ഥലങ്ങളിലെ ആളുകളുമാണ് ഈ സംഘത്തിലുള്ളത്. കഴിഞ്ഞ 6 വർഷത്തിലധികമായി ഇവർ ഈ സൗജന്യ സേവനത്തിന് ശബരിമലയിൽ എത്തുന്നു. എല്ലാ ജോലികളും മാറ്റിവെച്ചാണ് ഈ സേവനം.
ആർക്കും ജോലിയും കൂലി ഇല്ലാത്ത ആൾക്കാരല്ല, എല്ലാവർക്കും ജോലിയുള്ള ആൾക്കാരാണ്. ഈ മണ്ഡലകാലം കഴിഞ്ഞ് പോകുമ്പോൾ അടുത്ത മണ്ഡലകാലത്തേക്കുള്ള ആൾക്കാർ നമ്മൾ റെഡിയാക്കി വെക്കും. നമ്മൾ 4 മാസം മുമ്പ് നമ്മൾ ഒരു 10 ദിവസം ഗ്യാപ്പ് ഇട്ട് ഒരു 50 പേരെ 40 പേരെ റെഡിയാക്കി റൊട്ടേഷനിലാണ് നമ്മൾ ചെയ്യുന്നത്. പാണ്ടിത്താവളം, അപ്പാച്ചിമേട്, ശരംകുത്തി, നീലിമല, മരക്കൂട്ടം എന്നിവിടങ്ങളിലായി 7 അംഗ സംഘമായി തിരിഞ്ഞാണ് ഇവരുടെ പ്രവർത്തനം. സത്രം, പുല്ലുമേട്, കാനനപ്പാത വഴി സന്നിധാനത്തെത്തുന്ന അയ്യപ്പ ഭക്തരിൽ അവശത അനുഭവിക്കുന്നവരെ സ്ട്രെച്ചറിൽ സന്നിധാനത്തേക്കും വൈദ്യസഹായം ലഭ്യമാക്കുന്നതിനുമായി എത്തിക്കുകയാണ് പാണ്ടിത്താവളത്തുള്ളവർ. അവശരാകുന്ന അയ്യപ്പ ഭക്തരെ സ്ട്രെച്ചറിൽ ചുമലിലേറ്റി ഇവർ അതിവേഗം പാണ്ടിത്താവളത്തെത്തും. അതുകൊണ്ട് ഡെത്തില്ല, എമർജൻസി വർക്കും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. നമ്മൾ നീലിമല, അപ്പാച്ചിമേട്, ശരംകുത്തി, സന്നിധാനം ഇങ്ങനെ എല്ലാ സ്ഥലത്തും നമ്മളെ ടീം വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു 10-65 പേര് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ആളുടെ ഷോർട്ടേജ് നമുക്ക് ഇപ്പോഴും ഉണ്ട്. പക്ഷേ നമ്മൾ 24 മണിക്കൂർ നമ്മൾ ഉറങ്ങാതെയാണ് ഇത് ഓടുന്നത് ചെയ്യുന്നത്. 10 ദിവസത്തേക്കാണ് ഓരോ പോയിന്റിലും ഒരു ടീം സേവനം ചെയ്യുക. തുടർന്ന് അടുത്ത ടീം എത്തും. ഈ രീതിയിൽ ഓരോ പോയിന്റിലും മാറി മാറിയാണ് ഇവരുടെ സേവനം. വനംവകുപ്പും പോലീസും എല്ലാവിധ പിന്തുണയും നൽകുന്നുണ്ടെന്ന് സംഘാംഗങ്ങൾ പറയുന്നു. ഇവരുടെ സേവനം അടിയന്തര ഘട്ടങ്ങളിൽ ഏറെ വിലപ്പെട്ടതാണെന്ന് ഉദ്യോഗസ്ഥരും സാക്ഷ്യപ്പെടുത്തുന്നു. കേരള വിഷൻ ന്യൂസ്, സന്നിധാനം. ഔഷധി ശരണമന്ത്രം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഔഷധി പൊതുമേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ ആയുർവേദ മരുന്ന് നിർമ്മാണ സ്ഥാപനം. അസോസിയേറ്റ് സ്പോൺസർഡ് ബൈ ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. സൂര്യദേവമഠം, കുബേരാശ്രമം, ആയൂർ, കൊല്ലം. നോക്കാം സ്വർണം വെള്ളി നിരക്കുകൾ.